മൂന്നാം എൻഡിഎ സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് താഴെ വീഴുമെന്ന കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ പരാമർശം കേട്ട് ബിജെപി വെറുതെയിരുന്നില്ല. തിരഞ്ഞെടുപ്പ് ഫലം വന്ന് തല പുകഞ്ഞിരിക്കുന്ന ബിജെപി ഇതും കൂടെ കേട്ടപ്പോൾ ഭ്രാന്തു പിടിച്ച അവസ്ഥയിലായി. അതുകൊണ്ട് തന്നെ ബിജെപി ഇതു കേട്ട് വെറുതെയിരുന്നില്ല. ബിജെപിയും സഖ്യകക്ഷി നേതാക്കളും ഉടൻ രംഗത്ത് വന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിലെ ജനാധിപത്യ ചൈതന്യം കണ്ടതിനു ശേഷവും സർക്കാർ വീഴുമെന്ന് ഖാർഗെ വിചാരിക്കുന്നുണ്ടെങ്കിൽ വിഡ്ഢികളുടെ പറുദീസയിലാണ് അദ്ദേഹം ജീവിക്കുന്നതെന്നാണ് അണ്ണാമലൈ തുറന്നടിച്ചത്. മോദിക്കും സഖ്യ സർക്കാരിനുമെതിരെയുള്ള ഖാർഗെയുടെ പരിഹാസം ജെഡിയുവും പുച്ഛിച്ചു തള്ളി. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സഖ്യകക്ഷികളുടെ പ്രധാനമന്ത്രിമാരുടെ സ്കോർ കാർഡിനെ കുറിച്ച് ജെഡിയു ഖാർഗെയെ ഓർമ്മിപ്പിച്ചു. മുൻ ബീഹാർ IPRD മന്ത്രിയും ജെഡിയു MLCയുമായ നീരജ് കുമാർ ഖാർഗെയുടെ ബുദ്ധിയെ ചോദ്യം ചെയ്തു. PV നരസിംഹറാവുവിന്റെയും മൻമോഹൻ സിംഗിന്റെയും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരുകളുടെ കാലത്ത് കക്ഷിനില എങ്ങനെയായിരുന്നു എന്നും അദ്ദേഹം ചോദിച്ചു. 1991 പൊതു തിരഞ്ഞെടുപ്പിൽ 2024 BJP നേടിയതിന് സമാനമായ സീറ്റുകളാണ് കോൺഗ്രസ് നേടിയത്. ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം നേടാനാകാതെ വന്നപ്പോൾ നരസിംഹറാവുവിന്റെ കീഴിൽ കോൺഗ്രസ് ഒരു ന്യൂനപക്ഷ സർക്കാർ രൂപീകരിച്ചു. കോൺഗ്രസ് പാർട്ടിക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞിരുന്നു. റാവു നിശബ്ദമായി ചെറിയ പാർട്ടികളിൽ പിളർപ്പുണ്ടാക്കുകയും 2 വർഷം കൊണ്ട് ന്യൂനപക്ഷ കോൺഗ്രസിനെ ഭൂരിപക്ഷ പാർട്ടിയാക്കി മാറ്റുകയും ചെയ്തു എന്നും അദ്ദേഹം പ്രത്യേകം ചൂണ്ടിക്കാട്ടി. ഖാർഗെക്ക് കോൺഗ്രസിന്റെ പാരമ്പര്യം അറിയില്ലേ എന്നും നീരജ് കുമാർ ചോദിക്കുന്നുണ്ട്. കോൺഗ്രസ് ഇപ്പോൾ 99 കുടുങ്ങിയിരിക്കുകയാണെന്നും അദ്ദേഹം പരിഹസിച്ചിരിക്കുകയാണ്. അതേസമയം ഖാർഗെയെ പിന്തുണച്ച് RJD രംഗത്ത് വന്നു. ഖാർഗെ പറഞ്ഞത് ശരിയാണ് എന്നും ജനവിധി മോദി സർക്കാരിനെതിരെയായിരുന്നുവെന്നും RJD വക്താവ് ഇജാസ് അഹമ്മദ് പറഞ്ഞു. വോട്ടർമാർ അദ്ദേഹത്തെ അംഗീകരിച്ചിട്ടില്ല, എന്നിട്ടും മോദി അധികാരത്തിലെത്തിയെന്നുമാണ് ഇജാസ് പറഞ്ഞത്. ഏതായാലും ഖാർഗെക്കെതിരെ BJP രംഗത്ത് വന്നുവെങ്കിലും ഒരു 100 പേർ ഖാർഗെക്കൊപ്പമുണ്ട്. കേന്ദ്രത്തിൽ സഖ്യ സർക്കാർ അബദ്ധത്തിൽ രൂപീകരിച്ചതാണെന്നും എപ്പോൾ വേണമെങ്കിലും വീഴാമെന്നുമായിരുന്നു മല്ലികാർജുൻ ഖാർഗെയുടെ പ്രതികരണം. മോദിക്ക് ജനവിധി ഇല്ല എന്നും ഇതൊരു ന്യൂനപക്ഷ സർക്കാരാണെന്നും ഈ സർക്കാർ എപ്പോൾ വേണമെങ്കിലും വീഴാമെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. നേരത്തെ സമാന അഭിപ്രായവുമായി തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയും രംഗത്തു വന്നിരുന്നു. കേന്ദ്രത്തിൽ ഭരണം പിടിക്കാനുള്ള ശ്രമങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ലെന്നായിരുന്നു മമത പറഞ്ഞത്. 400 സീറ്റുകൾ പറഞ്ഞവർക്ക് സ്വന്തമായി കേവല ഭൂരിപക്ഷം പോലും നേടാനായില്ല. ഇന്ത്യ മുന്നണി അവകാശവാദം ഉന്നയിക്കാത്തതിനാൽ ഒന്നും സംഭവിക്കില്ലെന്ന് കരുതരുത്, ഞങ്ങൾ കാത്തിരിക്കുകയാണെന്നായിരുന്നു മമത അന്ന് പറഞ്ഞത്. അതിനു പിന്നാലെയാണ് ഖാർഗെയും NDA സർക്കാരിന്റെ പതനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകിയത്. മഹാരാഷ്ട്രയിലെ കനത്ത തോൽവിക്ക് പിന്നാലെ അജിത് പവാർ നേതൃത്വം നൽകുന്ന NCPയെ BJP തഴഞ്ഞത് വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട NCPക്ക് പക്ഷേ അത് ലഭിച്ചിരുന്നില്ല. ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് അപ്രതീക്ഷിത തിരിച്ചടിയാണ് ലഭിച്ചത്. 543 അംഗ ലോക്സഭയിൽ 293 സീറ്റുകളാണ് NDA നേടിയത്. കഴിഞ്ഞ 2 തവണയും മികച്ച ഭൂരിപക്ഷം നേടിയ BJPക്ക് സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ 272 സീറ്റുകൾക്ക് ബഹുദൂരം പിന്നിലായി 240 സീറ്റുകൾ മാത്രമാണ് ഇക്കുറി നേടാനായത്. അതേസമയം കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ്, DMK തുടങ്ങിയ സഖ്യകക്ഷികളുടെ ശക്തമായ പ്രകടനത്തിന്റെ ഫലത്തിൽ ഇന്ത്യ സഖ്യത്തിന് 232 ലോക്സഭാ സീറ്റുകൾ നേടാൻ കഴിഞ്ഞു. പാർലമെന്റിലെ 4ാമത്തെ വലിയ കക്ഷിയാണ് തൃണമൂൽ. ആദ്യ 5-ൽ 4 ഇന്ത്യ മുന്നണി അംഗങ്ങളാണുള്ളത്. എന്നാൽ ഭൂരിപക്ഷത്തിന് ആവശ്യമായ സംഖ്യയിൽ നിന്ന് അകലെയാണ് ഇപ്പോഴും മുന്നണി. നിലവിൽ നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും ഫലത്തിലാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലിരിക്കുന്നത്. ഇടയ്ക്ക് നിതീഷ് കുമാർ പ്രധാനമന്ത്രി പദം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇന്ത്യ സഖ്യം നീക്കങ്ങൾ ആരംഭിച്ചു എന്ന വാർത്തകൾ വന്നുവെങ്കിലും അതൊന്നും മുന്നോട്ടു പോയിരുന്നില്ല. നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയായി. ഏതായാലും ഇനി വല്ല അത്ഭുതവും സംഭവിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം.